ശാസ്ത്രത്തെക്കുറിച്ചൊന്നും പ്രാചീന മനുഷ്യനായാലും അതുപോലെ തന്നെ കൂടുതൽ അറിവില്ലാത്തവർക്കുമൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. പക്ഷേ അവർ പറയുന്നതെല്ലാം ശാസ്ത്രമാണ്. പലപ്പോഴും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. അത് പിന്നീട് വലിയൊരു ശാസ്ത്രസത്യമാണ് പറയുന്നത്. അതവർ അബോധപൂർവം എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു വീട്ടമ്മ അടുക്കളയിൽ കറി കരിഞ്ഞുപോയി. അവരങ്ങോട്ടോ ഇങ്ങോട്ടോ പോയപ്പോൾ തീ കൂടുതലായി അത് കുറയ്ക്കാൻ പറ്റിയില്ല, കരിഞ്ഞു. ഒരു കരിമണം, പുകമണം വന്നു കറിക്ക്. ആ വീട്ടമ്മ ചെയ്യുന്ന എന്താണ്? ഉടനെ അവർ കരിക്കട്ട എടുത്തിടും. ഈ കരിക്കട്ടയ്ക്ക് ഈ മണത്തിനെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതിനൊരു കെമിസ്ട്രിയാണ്. പക്ഷേ വീട്ടമ്മ അനുഭവങ്ങളിലൂടെയാണ് അത് മനസ്സിലാക്കി, തലമുറകളിലൂടെ മനസ്സിലാക്കിയാണ് അവരത് ചെയ്തത്. ആ കരിമണം, അതായത് പുകഞ്ഞ മണം കുറയുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. പണ്ട് വീട്ടമ്മമാർ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കാരണവർ ഈ ഇടിമിന്നലുണ്ടാകുമ്പോൾ ഈ വെട്ടുകത്തി എടുത്ത് പുറത്തിടും. കാരണം അത് ഇരുമ്പാണല്ലോ. ഈ വരുന്ന മിന്നൽ അതിൽ പിടിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അനുഭവങ്ങളിലൂടെയാണ്. കുറേ അതിലും വ്യത്യാസം വരും, പൂർണ്ണമല്ലെങ്കിലും. ഇങ്ങനെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഒരുപാട് നമ്മുടെ പഴഞ്ചൊല്ലുകളിലും പണ്ട് ആൾക്കാർ ചെയ്ത പ്രവൃത്തികളിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാൻ കഴിയുന്നത്. അടിസ്ഥാനപരമായി മനുഷ്യനൊരു ശാസ്ത്രജീവിയാണെന്ന് പറയാൻ കാരണം അതാണ്. അത് നേരിട്ടല്ല, അബോധപൂർവമാണെന്ന് മാത്രം.